ഇന്ന് നമുക്ക് 2 കുക്കുംബർ എടുത്തിട്ടുണ്ട്. അതിനെക്കൊണ്ട് ഒരു നല്ല പച്ചടി ഉണ്ടാക്കാം. നമ്മളെ നാട്ടിലെല്ലാം കക്കരിക്ക പെരക്ക് എന്ന് പറയും. അതിനു വേണ്ടിയിട്ട് ഞാൻ കുക്കുംബർ കൂടാതെ ഒരു അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതും 4 പച്ചമുളകും. ഇത് രണ്ടും അരക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൽ ഒരു ടീസ്പൂൺ കടുകും കൂടി ചേർക്കണം. കടുക് അരച്ച് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റിൽ ചേർത്താൽ മതി. അതൊന്ന് പൊട്ടുകയേ വേണ്ടൂ, അല്ലെങ്കിൽ അത് കയ്പ്പുണ്ടാവും. ആവശ്യത്തിന് തൈര് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി. വറുക്കുന്നതിന് വേണ്ടി 4 വറ്റൽമുളക്, ഒരു അര ടീസ്പൂൺ കടുക്, കറിവേപ്പില. ഈ സാധനം അതിൽ ലാസ്റ്റിൽ വറുത്തിടണം. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. കുക്കുംബറിൻ്റെ തോല് ഇതുപോലെ കളയണമല്ലോ. തോല് കളഞ്ഞതിന് ശേഷം മുറിക്കണം. ഇതുപോലെ മുറിച്ചിട്ട് ഇതിൻ്റെ ഈ അകത്തെ സാധനം എടുത്ത് കളയണം. അതിന് ശേഷം ഒരു പാത്രത്തിൽ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിടണം. ഇതുപോലെ എല്ലാം മുറിച്ചതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കക്കരിക്ക ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഞാൻ ഉപ്പിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയതാണ്. ഉപ്പ് ചേർക്കണം എന്തായാലും. ഉപ്പ് ചേർത്തതിന് ശേഷം അത് ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഞെരടി വെക്കണം. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ ഇതിലിത്തിരി വെള്ളം ഉണ്ടാവും. അതെല്ലാം പിഴിഞ്ഞ് കളഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങ, പച്ചമുളകും കടുകും അരച്ചത് ചേർക്കണം. അപ്പോൾ ഞാൻ ഏതായാലും തേങ്ങയും പച്ചമുളകും കടുകും ഇത് അരച്ചിട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. ഞാനത് ഈ സാലഡിലേക്ക് ചേർക്കുവാണ്. ഇനി തൈരും കൂടി ചേർക്കണം. തൈര് നമുക്ക് ആവശ്യത്തിന് ചേർത്താൽ മതി കേട്ടോ. ഇതിൽ ഇനി അരക്കപ്പ് വെള്ളം കൂടി നമുക്ക് ചേർക്കാം. അങ്ങനെ നമ്മുടെ കക്കരിക്ക പച്ചടി റെഡിയായി. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. മുളക് ഞാനിപ്പോൾ തന്നെ അതിൽ വറുത്തിടും. കടുകും മുളകും വെളിച്ചെണ്ണയിൽ വറുത്തിട്ടിട്ടുണ്ട്.
ഇപ്പോൾ പച്ചടി റെഡിയായി. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.